പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് പുതിയൊരു മാസം ആരംഭിക്കുന്നു. മെയ് മാസം. മെയ് 1 തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂസേപ്പ് പിതാവിനെ ഓർമ്മിക്കുന്ന ദിവസമാണ്. തൊഴിൽ ചെയ്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കുടുംബം പുലർത്തുന്നവരെയും സ്വന്തം ജീവിതത്തിനുള്ള ചെലവുകൾ കണ്ടെത്തുന്ന എല്ലാ തൊഴിലാളികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തൊഴിലിന്റെ മഹത്വം പഠിക്കാനും തൊഴിലിനെ സ്നേഹിക്കാനും ആത്മാർത്ഥതയോടെ ദൈവം നൽകിയിരിക്കുന്ന തൊഴിൽ ചെയ്യാനുമുള്ള അനുഗ്രഹത്തിനായി എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമുക്ക് വായിച്ച് ധ്യാനിക്കാൻ ഈശോ നൽകിയിരിക്കുന്ന സുവിശേഷം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 5 മുതൽ 10 വരെ വാക്യങ്ങളാണ്. ശിഷ്യന്മാർ ഇവിടെ ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നു. അവർ പറയുന്നു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ശിഷ്യന്മാർ വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും ഈശോയോട് ആവശ്യപ്പെടുന്നതും പണമല്ല, ആയുസ്സല്ല, ആരോഗ്യമല്ല, മറ്റ് ലൗകികമായ സമ്പത്തോ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളോ ഒന്നുമല്ല, മറിച്ച് വിശ്വാസമാണ്. ഈ പ്രാർത്ഥന അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനമായത് അവർ ചോദിച്ചു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പല ദിവസങ്ങളിലും നമ്മുടെ ഒത്തിരിയേറെ കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്ക് കൂടുതലായി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ചിലര് സന്തോഷം കിട്ടാൻ പ്രാർത്ഥിക്കുന്നു, സുഖം കിട്ടാൻ പ്രാർത്ഥിക്കുന്നു, പണം കൂടുതലുണ്ടാവാനും ആരോഗ്യം കൂടുതലുണ്ടാകാനും ഒക്കെ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ശിഷ്യന്മാർ ഈശോയോട് പറഞ്ഞ ഏക പ്രാർത്ഥന, അവര് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടും ഈശോ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളാണ്. നമ്മളിൽ നിന്ന് പറഞ്ഞു കേൾക്കാൻ, ചോദിച്ചു കേൾക്കാൻ ഈശോ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. അതിലൊന്നാണ് ഇന്ന് ശിഷ്യന്മാര് പ്രാർത്ഥിച്ചിരിക്കുന്നത്. നമുക്ക് വിശ്വാസം വർദ്ധിച്ചാൽ എന്താണ് അതിന്റെ പ്രാധാന്യം? ഈശോ ഇന്ന് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വേരോടെ ഉറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. മല പോലെ വലുതായി നിൽക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറി അത് നമ്മളിൽ നീങ്ങിപ്പോകാൻ നമ്മുടെ വർദ്ധിക്കുന്ന വിശ്വാസം നമ്മളെ സഹായിക്കും. വിശ്വാസം ഈശോയിലാണ്. ഈശോ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്നുള്ള വലിയ ഹൃദയ ആശ്വാസത്തിന്റെ ചിന്ത കടന്നു വരുമ്പോൾ നമ്മുടെ മല പോലെയുള്ള പ്രശ്നങ്ങൾ മാറുമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഇനി ആ പ്രശ്നങ്ങൾ മാറിയില്ലെങ്കിലോ, ഞാൻ വിശ്വസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ഈ പ്രശ്നങ്ങൾ മാറിയില്ലെങ്കിലും എനിക്ക് പരിഹാരമുണ്ട് ഹൃദയത്തിൽ. കാരണം എൻ്റെ നല്ല ദൈവം എൻ്റെ സഹനത്തിനായി എനിക്കിത് തന്നിരിക്കുന്നെന്നും ഇത് എൻ്റെ ജീവിതത്തിൽ തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുമാണ് പൗലോസ്ലീഹായെ പോലെ നമ്മൾ മനസ്സിലാക്കുന്നത്. പൗലോസ്ലീഹ പറയുന്നല്ലോ, എനിക്ക് ശരീരത്തിൽ ഒരു മുള്ളു നൽകപ്പെട്ടിരിക്കുന്നു, അത് മാറണമെന്ന് ഞാൻ പലതവണ പ്രാർത്ഥിച്ചു, പക്ഷെ ദൈവം പറഞ്ഞു അത് അവിടെ ഇരിക്കട്ടെ, നിനക്ക് എൻ്റെ കൃപ മതി. പൗലോസ്ലീഹ ദൈവം നൽകിയ ആ വാക്കിൽ ആശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസം വർദ്ധിച്ചാൽ പ്രശ്നങ്ങൾ മാറിയില്ലെങ്കിലും നമ്മുടെ പ്രശ്നത്തിന് നമ്മുടെ ഹൃദയത്തിൽ പരിഹാരമുണ്ട് എന്ന് ഈശോ കാണിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശിഷ്യന്മാർ പ്രാർത്ഥിച്ച ഈ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന പ്രാർത്ഥന ഏറ്റവും പ്രസക്തമാകുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ പുതിയ മാസത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധരായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൊഴിൽ ചെയ്യാനുള്ള ആരോഗ്യവും നല്ല മനസ്സും അതിനോടുള്ള ആത്മാർത്ഥതയും എല്ലാവർക്കും നൽകണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും കാണാനും എല്ലാ പ്രശ്നങ്ങൾക്കും അങ്ങ് പരിഹാരം കണ്ടെത്തുമെന്ന് അങ്ങിൽ വിശ്വസിക്കുവാനുമുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ മാസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.